ഹായ്, ഇസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ ഒരാളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. മാത്രമല്ല, നിങ്ങളോട് വളരെയധികം ഇൻട്രസ്റ്റും അവർക്കുണ്ട് എന്നുള്ളത്. സോ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ തന്നെ ഒരു സിമ്പിൾ ഹായ് ഒക്കെ അവർ അയക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷേ ഒരു കോൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ മെസ്സേജോ കോളോ ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ശരിക്കും നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് ഒന്നില്ലെങ്കിൽ ആവശ്യക്കാർ, അതായത് എന്തെങ്കിലുമൊക്കെ സഹായം വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കൊടുക്കണം എന്ന് ഉള്ള ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ മെസ്സേജ് അയക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മളോട് താല്പര്യമുള്ള ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ശരിക്കും അങ്ങനെയാണ്. നമ്മളോട് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ അവര് മനസ്സ് കാണിക്കും. അപ്പോൾ ജസ്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയാനില്ല, ബട്ട് എന്നാൽ പോലും ജസ്റ്റ് ഒരു സിമ്പിൾ ഹായോ അല്ലെങ്കിൽ ഒരു കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളെക്കുറിച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് കൊണ്ടും നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടുമാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ഡീറ്റെയിൽസ് പോലും അവർ റിമെമ്പർ ചെയ്ത് വെക്കും, അതായത് ഓർത്ത് വെക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്, നിങ്ങൾ സ്ഥിരം പോകാറുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറൻറ്റ്, നിങ്ങളുടെ മൂഡ് പാറ്റേൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കി വെക്കും. മാത്രമല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയും എന്നുള്ളതാണ്. അങ്ങനെ ഓർത്ത് വെച്ച് പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചുമ്മാ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അവർ പറയുമ്പോഴും മനസ്സിലാവുണ്ടാവുക. അങ്ങനെ ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആ ഒരാൾ, നീ അന്ന് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ അന്ന് ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞില്ലേ, എന്താ അതിൻ്റെ പേര്, എൻ്റെ പേരൊക്കെ പറഞ്ഞുതരും, എന്നിട്ട് നമുക്ക് അവിടെ പോവാം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരിക. മാത്രമല്ല, നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻസ് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യവും അവരിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഓർത്ത് വെച്ച് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ആണ്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങളിടുന്ന സ്റ്റാറ്റസ്, സ്റ്റോറി, ഇതൊക്കെ അവർ നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പോസ്റ്റുകൾ കേട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരുവിധം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ഒക്കെ ആള് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു താല്പര്യമൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റോറി ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ അതിനൊരു കമൻറ്റ് ഒക്കെ വരാം, എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ പോസ്റ്റിന് കമൻറ്റ് ഇടാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സ്റ്റോറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്മൈലിയോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് അയക്കേണ്ട ആവശ്യമില്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതായിരിക്കില്ല, പക്ഷേ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ അതൊക്കെ ഉണ്ടെങ്കിൽ അതും പോസിറ്റീവ് സൈൻ തന്നെയാണ്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെയും നിങ്ങളോടുള്ള താല്പര്യത്തിൻ്റെയും. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡേ ടു ഡേ അപ്ഡേറ്റ്സ് ഒക്കെ ആൾ അറിയാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് എവിടെയാണ്, ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് പോയതാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അല്ലെങ്കിൽ അന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു, എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് കഴിച്ചത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആൾ അറിയാനായിട്ട് ശ്രമിക്കും. നമ്മൾ ശരിക്കും നമുക്കിഷ്ടമില്ലാത്ത, വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചോദിക്കില്ല എന്ന് മാത്രമല്ല, അവർ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ എന്നോട് പറയണത് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ബിക്കോസ് നമുക്ക് അറിയാനുള്ള താല്പര്യമില്ല, ആൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല. നേരെ മറിച്ച് നമ്മൾ അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ചോദിച്ചറിയാം, ഇന്ന് എന്തൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ന് ആരൊക്കെ കണ്ടത്, ആരോടൊക്കെ സംസാരിച്ചത്, അങ്ങനെയല്ല. എന്നാൽ പോലും
അവരുടെ ഡെയിലി ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യം കാണിക്കുന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബിഹേവിയർ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് എടുക്കാം. ഇനി 5ാമത്തെ ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സഡൻ മൂഡ് ചേഞ്ച് ആണ്. അതായത് പെട്ടെന്ന് അവരുടെ മൂഡൊക്കെ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് അവർ ഹാപ്പി ആവും, ഭയങ്കര എനർജറ്റിക് ആവും. ഇപ്പോൾ ചിലപ്പോൾ അത്രയും നേരം വലിയ രീതിയിലുള്ള ഒരു സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, ആള് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ടാവും, ഒരു പോസിറ്റീവ് എനർജിയിലൊന്നും ആവില്ല, ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുടെ ആ ഒരു മൂഡ് ചേഞ്ച് ആവുന്ന പോലെ ഉണ്ടാവും. ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾ മാറും. ചിലപ്പോൾ നിങ്ങളുടെ കോൾ എടുക്കുന്ന ഒരു ടൈം മുതൽ തന്നെ ആൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു ഹാപ്പിനെസ് ഒക്കെ അവരിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും ഇത് എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെയുണ്ടോ? നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു വിഷമം നമ്മളെ അലട്ടില്ല, നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം നമ്മൾ അത്രയും ഇഷ്ടമുള്ള ഒരാളോടാണ് സംസാരിക്കുന്നത്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് നമ്മളുടെ മനസ്സിലേക്ക് വരിക പോലും ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ വിഷമം വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് ആലോചിച്ച് നമുക്ക് ആ ഒരു വിഷമം എന്നുള്ള ആ ഒരു ഫീൽ ആ സമയത്ത് വരില്ല. നേരെ മറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടാവുക. അത് അവര് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമ്മുടെ ആ ഒരു ഇഷ്ടം കാരണം നമുക്ക് ആ ഒരു സമയത്ത് അത്രയും തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവരിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ടായിരിക്കാം, അതേപോലെ നിങ്ങളോട് അത്രയും താല്പര്യമുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. അങ്ങനെ ഒരു സഡൻ മൂഡ് ചേഞ്ച് കാണുകയാണെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവർ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മേ ബി റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ഒരു കോണ്ടാക്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് നിലനിർത്താനൊക്കെ ആൾ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചുകൂടി ബോണ്ട് കൂട്ടാനൊക്കെ ആൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന സൈനൊക്കെ കണ്ടു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അവരോട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെയും നിങ്ങളോടുള്ള താല്പര്യത്തിൻ്റെയും സൂചനകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരാളുണ്ടായിരിക്കും, അവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. അതായത് അവരെ ഞാനെങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ സംസാരിക്കണം, എന്ത് പറഞ്ഞാലാണ് അവർ ഓക്കെ ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലവിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. ദെൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്